ഇതാണ് പരല്ലേ? അതെ, സുഖതേട്ടൻ ഏറ്റു കഴിഞ്ഞാ പിന്നെ എന്റെ പുരയിടത്തില് പന്നിന്നല്ല പാറ്റേര ശല്യം പോലും ഉണ്ടാവില്ല. അത് മതി. ഈ സുഖതേട്ടനെ പോലെ വെടിവെക്കാൻ ഉന്നുള്ള വേറൊരു മനുഷ്യൻ തോക്കുള്ള ഒരാൾ ഈ പ്രദേശത്തില്ല. ഒരാൾ ഇത്രയും പ്രായമെങ്കിൽ ഇപ്പോഴും പയറുമണി പോലെ. പയറായാലും പപ്പടായാലും വേണ്ടില്ല, വെടിവെച്ച് കൊല്ലണം. അതൊക്കെ പുള്ളി ഏറ്റുന്നേ. സുഖതേട്ടോ, സുഖതേട്ടോ. റിട്ടയർഡ് പോലീസുകാരനാണെങ്കിലും നിക്കണ നിപ്പ് കണ്ട പയറുമണി പോലെ. അതാ ഞാൻ പറഞ്ഞ. നമസ്കാരം. നമസ്കാരം. കേറിക്ക്. അല്ല, ഇതാണ് പയറുമണി? അല്ല, അത് കാര്യമാക്കണ്ട. തോക്ക് കൈ കിട്ടിയ ആള് പുലിയാ. അല്ല, പുലിയല്ല, വേട്ടക്കാരൻ, വെടിക്കാരനാ. എന്താ മന്മത അവിടെ കേറി വന്ന് കേട്ടോ. ഓ, നിങ്ങള് മഴയും കൊണ്ടാ വന്ന് മഴ പെയ്യാൻ തുടങ്ങിയല്ലോ. അല്ല, മഴ ഇപ്പൊ ഇടക്കിടക്ക് ഉണ്ടല്ലോ. അതെ. മൊയ്തു നമ്മ കൊട എടുത്തില്ലല്ലോ, മഴയല്ല കാണുന്നു. നമുക്ക് മഴ ചോർന്നിട്ട് പോവാലോ. പതുക്കെ പോയാൽ മതി, നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചിങ്ങനെ ഇരിക്കാലോ. എന്താ മെമ്പർ, എന്താ വന്നേ? സുഖേട്ടാ, ഈ പന്നികളെ കൊണ്ട് ഭയങ്കര ശല്യം. പിന്നെ ഈ പന്നികളെ കൂടെ കൂട്ടാതിരുന്നാ പോരെ? അല്ല, ഇതല്ല കാട്ടുപന്നി, കാട്ടിലെ പന്നികളെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അതെ അതെ അതെ. അപ്പൊ ഈ മൊയ്തുവിന് കുറച്ച് കൃഷിയുണ്ടേ, കപ്പയും വാഴയും. ഇതുങ്ങൾ ഇറങ്ങിയിട്ട് അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു കംപ്ലീറ്റ്. 1.5 ഏക്കർ ഭൂമിയിൽ കഷ്ടപ്പെട്ട് കൃഷി ചെയ്താ തുമ്പുമാലില്ലാണ്ടാക്കി നായ്ക്കള്. പന്നികളോ അതോ നായ്ക്കളോ? അല്ല, പന്നികളാണ്. പിന്നെന്തിനാ ഈ നായേനെ പറയുന്നത്? അല്ല, അത് രോഷം കൊണ്ട് പറഞ്ഞു പോണ. അങ്ങനെ പാടില്ല. എന്താണോ ചെയ്തത് അത് കറക്റ്റായിട്ട് പറയാം. പന്നിയാ 2 വാക്ക് പാടില്ല കേട്ടോ. ഒറ്റ കുറ്റിവാഴ വെച്ചിട്ടില്ല, എല്ലാം കളഞ്ഞു പോയി. അപ്പൊ അതുകൊണ്ട് സുഖതേട്ടൻ ഞങ്ങളൊന്ന് സഹായിക്കണം. ഈ പ്രദേശത്ത് തോക്കുള്ള ആളാണല്ലോ സുഖതേട്ടൻ, ലൈസൻസ് ഉള്ള ആളാണല്ലോ സുഖതേട്ടൻ. പിന്നെ വെടിവെക്കാൻ ഈ പ്രദേശത്ത് ഏറ്റവും ഉന്നുള്ള ആള് സുഖതേട്ടനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സുഖതേട്ടൻ ഒന്ന് ഒരു ദിവസം വന്നിട്ട് ഈ നായ്ക്കളെ ഒന്ന് വെടിവെച്ച് കൊല്ലണം. പന്നികളെ ഒന്ന് വെടിവെച്ച് കൊല്ലണം. വന്നിട്ട് വെടിവെച്ച് കൊല്ലണം. സാർ ഒരുപാട് നൈറ്റ് ഡ്യൂട്ടി ചെയ്ത ആളല്ലേ? സാർ ഒന്ന് രാത്രി വന്നിട്ട് ആ പന്നികളൊന്ന് കൊന്നു തരണം. അല്ല, അതിന് എന്താ മാണ്ടേച്ചോ നമ്മള് തരും. അത് ചെയ്യും. അതെ, സർവീസിലിരുന്ന സമയത്ത് ഞാൻ ആകാശത്തൊക്കെ ഒരുപാട് വെടിവെച്ചു. പിന്നെ നമുക്കറിയില്ലേ, ഒരുപാട് പക്ഷികൾ താഴെ വീണ് ചത്തിട്ടു. ഇപ്പൊ ഈ പ്രായത്തിലും എനിക്ക് വെടിവെച്ചാ കൊള്ളാന്നൊക്കെ ഉണ്ട്. പക്ഷേ സർവീസിൽ നിന്ന് വിരമിച്ചിട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോ കയ്യിനും കാലിനും ഒക്കെ ഒരു വിറയല്. ഒരു ഈർക്കലെടുക്കാൻ പറ്റില്ല. ഒരു കപ്പ് ചായ എടുത്തിട്ട് ഇങ്ങനെ കുടിക്കണമെങ്കിൽ കപ്പിലത്തെ ചായ മുഴുവൻ പോവും. ഇപ്പൊ സ്ട്രോ ഇട്ടിട്ടാ ചായ കുടിക്കണം. ഈ കൈ കൊണ്ട് ഞാൻ എങ്ങനെയാ വെടിവെക്കുക? വേണ്ട, അല്ല നോക്കണ്ട. അല്ല, ഒന്നാ പിന്നെ സുഖേട്ടാ, ആ തോക്കൊന്ന് തന്നാ ഞങ്ങൾ ആരെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാം. അയ്യോ, അങ്ങനെ തോക്ക് വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റില്ല. എന്തെങ്കിലും അനർത്ഥം സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദി ഞാനാവില്ലേ? പിന്നെ ഈ വന്യമൃഗങ്ങളെ വെടിവെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തോക്കെടുത്തിട്ട് ഇങ്ങനെ ഉന്നം വെക്കൂലേ? ഉന്നം വെച്ചിട്ട് നമ്മൾ അന്ന് പൊട്ടിക്കുമ്പോ ഇത് ഓടിക്കളയും. എപ്പോഴാണ് ഓടുക എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഈ ഉന്നം തെറ്റിയിട്ട് അപ്പുറത്ത് നിൽക്കണ വല്ല ആടിനോ പശുവിനോ കൊണ്ടാൽ നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വെടിവെക്കാൻ അറിയാവുന്ന ചെറുപ്പക്കാർ, ലൈസൻസ് ഉള്ളവർ, തോക്കുള്ളവരുണ്ടോ എന്ന് അന്വേഷിക്കുക. എന്നിട്ട് അവരെ കണ്ടിട്ട് പന്നികളെ കൊല്ലാം. നമുക്ക് ഏതെങ്കിലും കൊട്ടേഷൻ സംഘത്തിന് പോയി കാണാം. എന്താ ഇത് പറയണേ? പന്നി എവിടെയും കൊട്ടേഷൻ സംഘം അങ്ങനെ ഉണ്ടാവുക? അല്ല, സുഖേട്ടൻ ഇത്രയും വയ്യായികയായ കാര്യം ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ തന്നെയാണ് ഈ നേതാക്കന്മാരുടെ ഒക്കെ സ്ഥിതിയാണേ. വോട്ട് ചോദിച്ചു വന്നിട്ട് അങ്ങോട്ട് പോയതാ, പിന്നെ എപ്പോഴാ വരുന്നത്? മന്മതാ, അടുത്ത ഇലക്ഷന് എനിക്ക് മന്മഥന് വോട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല. എന്താ? ഞാൻ മന്മഥന്റെ ചിഹ്നം നോക്കിയിട്ട് ഇങ്ങനെ വോട്ട് ചെയ്യുമ്പോ അത് ചിഹ്നം മാറി വേറെ ഒന്നിലാവുമോന്ന് എന്റെ സംശയം. അപ്പൊ വെടിയൊക്കെ അല്ല, മറ്റേ പോയിട്ട് അതിന്റെ മാർഗം എന്തെങ്കിലും നോക്ക്. പിന്നെ ഞങ്ങള്
അല്ല ഇനിയിപ്പോ ആരേനും കിട്ടിയില്ലെങ്കിൽ ഞാൻ വരാം. ഞങ്ങൾ അറിയിക്കാം. അറിയിക്കാം. മഴ പോയി. ഇത്രയും അവസ്ഥയൊക്കെയാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. വെറുതെ സമയം കുറച്ച് വേസ്റ്റ് ആയി. ശരി എന്നാ. ഇനിയിപ്പോ എന്താ ചെയ്യല്? അതെ, മുമ്പൊക്കെ വെടിച്ചു വന്നിട്ട് മൂപ്പരെ വേറെ എന്താ പറഞ്ഞാലോ? ഈ തോക്ക് എവിടെ നിന്ന് എടുക്കും? അതൊന്നും ആ, നമുക്ക് വേറെ വഴി എന്തെങ്കിലും ആലോചിക്കാം. വാ, മഴയ്ക്ക് മുമ്പേ അങ്ങോട്ട് പോവാ. എന്തൊരു മഴയാണ് അല്ലേ? അല്ലടോ, കാലാവസ്ഥക്കാര് പറഞ്ഞേക്കണ വരൾച്ചയെന്നാണല്ലോ. കാലാവസ്ഥക്കാരുടെ അവസ്ഥ നമുക്കറിയില്ല. കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം മഴ പെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത് മഴ പെയ്യുന്നാണ്. മഴ പെയ്യുന്ന് പറഞ്ഞാൽ മഴ പെയ്യൂല. പിന്നെ ഈ കാലാവസ്ഥ അറിയാൻ അവിടെ നിരീക്ഷണ കേന്ദ്രത്തിലൊന്നും പോണ്ട. മുറ്റത്തിറങ്ങിയത് ഇങ്ങനെ നോക്കി കഴിഞ്ഞാണ്ടല്ലോ, മഴക്കാറുണ്ടെങ്കിൽ മഴ പെയ്യും, ഇല്ലെങ്കിൽ മഴ പെയ്യില്ല. അത്രയേ ഉള്ളൂ സംഭവം. പക്ഷെ ഇതൊരു ന്യായ മഴയാണ് കേട്ടോ. റോഡൊക്കെ നോക്കിയേ മുങ്ങിപ്പോയി. റോഡ് മാത്രമല്ല, വീടിനകത്ത് വെള്ളം കയറി. നിന്റെ വീടിനകത്ത് വെള്ളം കയറിയോ? അങ്ങനെ അവസ്ഥ കേട്ടോ. അതിങ്ങനെ 2 ദിവസം തുറന്നാലേ വെള്ളം കയറി കഴിപ്പായിരുന്നു എനിക്ക്. അതാ പണിയായിരിക്കുമല്ലോ. അല്ല പണി നീക്കാറില്ലേ ഇപ്പൊ? ഒരു എവിടെ പോണ്ട? നമ്മളെ രാഘവട്ടിന് മോചനും പോലീസ് പിടിച്ചത് എന്തിന്? അവരതാ കാട്ടുപന്നി അടിച്ചു വന്നോലു. ഇപ്പൊ അവരോടെ അവരിപ്പോ പോലീസിന്റെ അവിടെ വാ. അപ്പൊ കാട്ടുപന്നി എല്ലാം ഉണ്ട് അവിടെ. അപ്പൊ പന്നിനെ കൊന്ന കേസാ? പിന്നെ കേസാണ്, നിങ്ങൾക്ക് അറിഞ്ഞൂടെ കേസാണ്. എന്താടാ, എന്ത് തോന്നിയ ദിവസം നീ ഇവിടെ കാണിക്കോ? ഈ നാട്ടിലൊരു നീതി നിയമമൊന്നുമില്ലേ? നേരെ നോക്കടാ, നിന്നെ ഉപദ്രവിക്കണ എല്ലാവരെയും നീ അങ്ങോട്ട് കൊല്ലോ. മെമ്പർ പറഞ്ഞിട്ടാ കൊന്ന്. മെമ്പർ പറഞ്ഞിട്ടാ കൊന്ന്. മെമ്പർ പറഞ്ഞാൽ നീ ഇയാളെ കൊല്ലോ? അയാൾ പന്നിയല്ലല്ലോ. അയാൾ പന്നിയല്ലല്ലോ, മനുഷ്യനല്ലേ. ഇവൻ എന്തിനെ കൊല്ലണമെന്ന് പറഞ്ഞാൽ താൻ കൂടെ നിൽക്കുവോ? അല്ല, പിന്നെ പിന്നെ പറ്റിപ്പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, 2 പേരും അകത്ത് കിടക്കും. അല്ല സാറേ, അത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പറ്റിയൊരു അബദ്ധം. സെക്രട്ടറി പറഞ്ഞത് അല്ലിക്കൊല്ലേ? ഇല്ല, പിന്നെ സെക്രട്ടറി പറഞ്ഞത് വിഷം കൊടുത്ത് കൊല്ലരുത്, ഷോക്ക് അടുപ്പിച്ച് കൊല്ലരുത്, സ്ഫോടക വസ്തു ഉപയോഗിച്ച് കൊല്ലരുന്ന, തല്ലിക്കൊല്ലരുത് പറഞ്ഞില്ല സാർ. എടാ, മനുഷ്യന്റെ ജീവന് വിലയുള്ള പോലെ തന്നെ മൃഗത്തിന്റെ ജീവനും വിലയുണ്ട്. അതിന് നാട്ടിൽ നിയമങ്ങളുണ്ട്, അവരെ സംരക്ഷിക്കാനും നിയമങ്ങളുണ്ട്. അകത്ത് കിടന്നോ 2 ആളും കേസെടുക്കാൻ നിവർത്തിയില്ല.